Hi guys, I am so excited. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് സ്ക്രീൻ ആയിട്ടുള്ള 4DX 3D ഞാൻ സ്പൈഡർമാൻ കാണാൻ പോകണം. ഞാൻ ലൈഫിൽ ഇതുവരെ ഇത്രയും വലിയ സ്ക്രീനിൽ കയറി കണ്ടിട്ടില്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള. അത് 4DX Max 3D ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു മൂവി എനിക്ക് കിട്ടിയത്, കാണാൻ പറ്റിയ. അപ്പോൾ ഞാൻ കാണാൻ പോകാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പറയാം. നേരെ വീട്ടിൽ കിടക്കാം. കുറച്ച് നേരത്തെ എത്തി കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ എത്തേണ്ട ആവശ്യമില്ലായിരുന്നു, കുറച്ച് നേരത്തെ എത്തിയേക്കുന്നത്. കുറച്ച് നേരം നമുക്ക് മുകളിലേക്ക് ഇരുന്ന് കിടാം. ഞാനിപ്പോൾ എത്തിയ 10:30 ആയിട്ടുണ്ട്. 10:55 ഷോ. ത്തോട്ട് കയറുന്ന വഴി തിയേറ്ററിൻ്റെ എൻ്റെ സൈഡൊക്കെ ഉണ്ടോ മോനെ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ തിയേറ്ററിൻ്റെ അകം വരുന്നത്. സൈഡിൽ മൊത്തം ഫാനും ലൈറ്റും അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ സെറ്റപ്പായിട്ട് കുറേ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രീനും സീറ്റിംഗ് ഒക്കെ വരുന്നത്. ഇത് കണ്ടോ, സീറ്റിന് പുറം ഇതുപോലെ കുറേ സാധനം ഉണ്ട് കേട്ടോ. ഇതിലൂടെ വെള്ളവും സ്മോക്കൊക്കെ വരുന്നത്. അപ്പം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിട്ടതേ ഇപ്പം വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ. കയറിയതേ ഫ്രഷ് ആയിട്ട്. പിന്നെ എനിക്ക് റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയത് എൻ്റെ 4DX 3D എക്സ്പീരിയൻസ്. ലൈഫിലെ ഫസ്റ്റ് ടൈം 4DX 3D എക്സ്പീരിയൻസ് ഒരു നല്ല തിയേറ്ററിൽ പോയിട്ട് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു, കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് വന്ന എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫിലിം. ഫൈറ്റ് ഉണ്ട്, കുറച്ച് ഇമോഷണൽ ഉണ്ട്, അങ്ങനെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ഒരു അടിപൊളി ടൈലന്റ് വരുന്നുണ്ട്. അത് കുറച്ചെല്ലാം കഴിയും, സാധാരണ പോലെ തന്നെ എല്ലാം കഴിയുമ്പോൾ ഒരു ചെറിയ 1 മിനിറ്റുള്ള ഒരു ടൈലന്റ് വരുന്നുണ്ട്. അപ്പം ആരും വേട്ടൊന്നും എഴുന്നേറ്റ് പോകാതിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് എൻ്റെ 4DXലെ അനുഭവം പറയാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയമുണ്ടല്ലോ പേടിച്ചിരുന്ന് സ്പൈഡർമാൻ കണ്ട ആളാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ടർബുലൻസ് ഒക്കെ വന്നാൽ നല്ലൊരു പേടിയുള്ള ആളാണ്. അപ്പോൾ ആദ്യം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റിൽ ശരിക്കും പേടിച്ചു പോയി ഞാൻ. അതേപോലത്തെ എഫക്റ്റ്, അടിപൊളി എഫക്റ്റ്. നമ്മളെ എന്നെ തെറിച്ച് പോകുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് വരുന്നു, അങ്ങനെ ഭയങ്കര എഫക്റ്റ്, നല്ലൊരു എഫക്റ്റ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് ഇങ്ങനെ പിടിച്ചിരുന്ന് അങ്ങനെ കാണുമായിരുന്നു ഞാൻ ആദ്യ സമയത്ത് സ്പൈഡർമാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോർമലായിട്ട് വന്ന സമയത്ത് അതിനകത്തൊരു മെട്രോയിൽ പോകുന്ന ഒരു സീനുണ്ട്. മെട്രോയിൽ പോകുമ്പോൾ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോകുന്നു. പിന്നെ ഒരു പൂളിൽ കിടക്കുന്നുണ്ട്. പൂളിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഓളമൊക്കെ അടിക്കുന്ന പോലെ ഇങ്ങനെ നല്ലതായിട്ട് ആ ചെയർ ഇങ്ങനെ വരുന്നു. പിന്നെ ഫൈറ്റിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വെബൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തോട്ട് കാറ്റടിക്കുന്നു, നമ്മുടെ താഴോട്ട് ചാടുമ്പോൾ ചെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഒരു പക്ക 3D എന്താ പറയുന്നത്, ഒരു 4DX എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ മുഖത്തോട്ടൊക്കെ വെബൊക്കെ ഇടുമ്പോണ്ടല്ലോ, മുഖത്തോട്ടൊക്കെ വെബ് ഇടുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് ഒരു വെള്ളം, ഒരു സ്മോക്കൊക്കെ വന്നിങ്ങനെ തെറിച്ച് വരുന്നു. മുഖത്തോട്ടൊക്കെ വെബിടുന്ന സീനൊക്കെ വരാൻ നേരത്ത് ഒരു 1.5 ഇതായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, ലാസ്റ്റിലത്തെ ഫൈറ്റ് ഒരു രക്ഷയില്ല. 4DX ഒക്കെ ഇങ്ങനെ ചെയറൊക്കെ കുലുങ്ങി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് പോയിട്ട് അങ്ങനെ കയറിയിരിക്കും. അതുപോലത്തെ എഫക്റ്റ്. പിന്നെ നമ്മൾ ട്രെയിലറിനകത്ത് കണ്ട പോലെ ഹൾക്ക് വരുന്നുണ്ട്. ഹൾക്കൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഭൂമി കുലുങ്ങുന്ന എഫക്റ്റ്, ഇങ്ങനെ ഇടിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഭൂമി കുലുങ്ങുന്ന എഫക്റ്റ്. ആ എഫക്റ്റ് ഇന്ന് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ 4DX Max. ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ബുക്ക് ചെയ്യണോ എങ്ങനെയാന്ന്. പക്ഷെ ഒന്നും പറയണ്ട, ആ ബുക്ക് ചെയ്തതിന് വർത്തായിട്ടുള്ളതാണ് 4DXൽ 3Dയിൽ ഞാൻ ഈ സ്പൈഡർമാൻ മൂവി കണ്ടപ്പോൾ. മൂവിയും ഒരു രക്ഷയില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. അപ്പം എന്താണേലും 4DXൽ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യം പൈസ നോക്കല്ലോ, ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുക. 4DXൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടവർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യട്ടോ. എന്തേലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതും എന്തായാലും കമന്റ് ചെയ്ത് പറയാം കേട്ടോ. ബൈ.